പ്ലസ് പോയിന്റ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് റിനാല. ഞാൻ 2 ഇയർ FDGT കഴിഞ്ഞതാണ്. ഫാഷൻ ഡിസൈനിങ് ടീച്ചറാണ്. ഇന്ന് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സർഫസ് ഓർണമെന്റേഷൻ എന്ന സബ്ജക്റ്റുമായിട്ടാണ്. എന്താണ് സർഫസ് ഓർണമെന്റേഷൻ എന്ന് പറയുന്നത്? നമ്മൾ ഒരു തുണിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിന്റെ ഉപരിതലത്തിൽ വൃത്തിയായി ഭംഗിയായി ഡിസൈൻ ചെയ്തെടുക്കുന്നതിനെയാണ് നമ്മൾ എംബ്രോയിഡറി അല്ലെങ്കിൽ സർഫസ് ഓർണമെന്റേഷൻ എന്ന് പറയുന്നത്. സർഫസ് ഓർണമെന്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ 4 or 5 രീതിയിൽ ചെയ്യാൻ പറ്റും. ത്രെഡ് ഉപയോഗിച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ മറ്റുള്ള ക്ലോത്തുകൾ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. പെയിന്റുകളിലൂടെ നമുക്ക് നമ്മുടെ വസ്ത്രം അല്ലെങ്കിൽ നമ്മുടെ തുണി നമ്മൾക്ക് ഭംഗി വരുത്താൻ പറ്റും. നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കുന്നത് എംബ്രോയിഡറിയെ കുറിച്ചിട്ടാണ്. എംബ്രോയിഡറി എന്ന് പറയുന്നത് നമുക്ക് 2 രീതിയിൽ ചെയ്യാൻ പറ്റും. നമുക്ക് മെഷീൻ എംബ്രോയിഡറി ആയിട്ട് ചെയ്യാം, കൈത്തുന്നൽ അല്ലെങ്കിൽ ഹാൻഡ് എംബ്രോയിഡറി ആയിട്ട് നമുക്ക് ചെയ്യാം. നമ്മളുടെ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഹാൻഡ് എംബ്രോയിഡറിയുടെ ഡിസ്കഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്താണ് ഹാൻഡ് എംബ്രോയിഡറി? ഹാൻഡ് എംബ്രോയിഡറിയിൽ നമ്മൾ ഡിസൈൻ നമ്മൾക്ക് ആവശ്യമായ പ്ലേസിൽ അല്ലെങ്കിൽ സ്ഥലത്ത് ഡിസൈൻ പകർത്തിയെടുത്ത് ആ ഒരു ഡിസൈനിൽ നമ്മൾ കൈത്തുന്നലുകൾ ഉണ്ടാക്കിയെടുക്കുന്നതിനെയാണ് ഹാൻഡ് എംബ്രോയിഡറി എന്ന് പറയുന്നത്. ഹാൻഡ് എംബ്രോയിഡറിക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എന്താണ് എന്നുള്ളത് നമുക്കിനി ആദ്യമായിട്ട് പരിചയപ്പെടാം. നമ്മൾ ഹാൻഡ് എംബ്രോയിഡറി ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്തെടുക്കേണ്ടത് നമ്മുടെ വസ്ത്രത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ക്ലോത്തിൽ ഏത് പൊസിഷനിലാണ് ഡിസൈൻ വേണ്ടത് ആ സ്ഥലത്ത് നമ്മൾ ആദ്യം ഡിസൈൻ പകർത്തിയെടുക്കണം. ഓക്കെ, പകർത്തിയെടുക്കാൻ നമുക്ക് ഡയറക്റ്റ് വരക്കാൻ പറ്റുകയാണെങ്കിൽ ഡയറക്റ്റ് വരച്ചെടുക്കാം. അല്ല നമ്മൾ മറ്റെന്തെങ്കിലും മാർഗങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മൾ കോപ്പി ചെയ്തിട്ട് നമുക്ക് ഡിസൈൻ പകർത്തിയെടുക്കാം. പ്രധാനമായിട്ടും 3 രീതിയിൽ നമുക്ക് ഡിസൈൻ പകർത്തിയെടുക്കാൻ പറ്റും. ഒന്നാമത്തെ മെത്തേഡാണ് ഡയറക്റ്റ് മെത്തേഡ്, രണ്ടാമത്തെ മെത്തേഡ് കാർബൺ മെത്തേഡ്, 3 പൗൺസിങ് മെത്തേഡ്. നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഡയറക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ നമ്മൾ കാർബൺ മെത്തേഡിലൂടെയാണ് നമ്മൾ ആവശ്യമായ പൊസിഷനിൽ നമ്മൾ ഡിസൈൻ പകർത്തിയെടുക്കുന്നത്. ഇനി നമ്മൾക്ക് ആവശ്യമായ മെറ്റീരിയൽസ് നേരിട്ട് പരിചയപ്പെടാം. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾക്ക് വേണ്ടത് ക്ലോത്ത് ആണ്. ക്ലോത്ത് അല്ലെങ്കിൽ നമ്മുടെ ഗാർമെന്റ് ഓർ വസ്ത്രമാണ് നമുക്ക് വേണ്ടത്. ആ വസ്ത്രത്തിൽ ഏത് പൊസിഷനിലാണ് നമ്മൾ ഡിസൈൻ വരയ്ക്കേണ്ടത് എന്നുള്ള പ്ലാനിങ് ആദ്യം ചെയ്യുക. അതിനുശേഷം നമ്മൾ ക്ലോത്തിൽ ഡിസൈൻ പകർത്തിയെടുക്കണം. അപ്പൊ ആദ്യമായിട്ട് വേണ്ടത് നമ്മൾക്ക് നമ്മുടെ ക്ലോത്ത് ഓർ ഗാർമെന്റ്. ഓക്കെ, നമ്മൾ ചെയ്തെടുക്കുന്നത് പഠിക്കാൻ വേണ്ടിയിട്ട് ചെയ്തെടുക്കുന്നത് പോപ്ലിൻ ക്ലോത്തിലാണ് നമ്മൾ ഡിസൈൻ പകർത്തിയെടുക്കുന്നത്. ആ പോപ്ലിൻ ക്ലോത്ത് ആണ് ഈ കാണിക്കുന്നത്. കോട്ടൺ കണ്ടന്റ് ആണ് പോപ്ലിൻ ക്ലോത്ത് എന്ന് പറയുന്നത്. മാക്സിമം എല്ലാവരും പോപ്ലിൻ ക്ലോത്ത് യൂസ് ചെയ്തിട്ട് തന്നെ എംബ്രോയിഡറി ചെയ്തെടുക്കാനായിട്ട് ട്രൈ ചെയ്യാം. ഓക്കെ, ശേഷം നമ്മൾക്ക് വേണ്ടത് ഡിസൈൻ ആണ്. ഡിസൈന് ഈ കാലഘട്ടത്തിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഡിസൈനുകൾ പിൻട്രസ്റ്റുകളിലൂടെയും മറ്റുള്ള ആപ്ലിക്കേഷൻസിലൂടെയൊക്കെ നമുക്ക് നല്ല നല്ല ഡിസൈനുകൾ എടുക്കാൻ പറ്റും. ആ ഡിസൈൻ നമ്മൾ നമ്മൾ കോപ്പി ചെയ്യുക. ഓക്കെ, ഫോട്ടോസ്റ്റാറ്റിലൂടെയോ ട്രേസ് ചെയ്തിട്ടോ നമ്മൾ കോപ്പി ആക്കിയിട്ടെടുക്കുക. അങ്ങനെയുള്ള ഒരു ഡിസൈനാണ് നമ്മൾക്ക് രണ്ടാമതായിട്ട് വേണ്ടത്. ഓക്കെ, ഡിസൈൻ വേണം. പിന്നീട് നമ്മൾക്ക് വേണ്ടത് ഈ ഡിസൈൻ ക്ലോത്തിലേക്ക് പകർത്താൻ ആവശ്യമായിട്ടുള്ള കാർബൺ പേപ്പർ വേണം. കാർബൺ പേപ്പർ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഡിസൈനിനെ നമ്മളുടെ ക്ലോത്തിലേക്ക് പകർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കാർബൺ പേപ്പർ എന്ന് പറയുന്നത്. കാർബൺ പേപ്പർ നമുക്ക് ബ്ലാക്കിൽ അവൈലബിൾ ആണ്, ബ്ലൂ കളറിൽ അവൈലബിൾ ആണ്, യെല്ലോ കളറിൽ അവൈലബിൾ ആണ്, വൈറ്റ് കളറിൽ അവൈലബിൾ ആണ്. നമ്മളുടെ മെയിൻ ക്ലോത്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മോട്ടിഫ് എന്ന് പറയുന്നത് ബ്ലാക്ക് കളർ ആയതുകൊണ്ട് തന്നെ നമ്മൾ യെല്ലോ കളർ കാർബൺ പേപ്പർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം യെല്ലോ കാർബൺ വേണം. അതിനുശേഷം നമ്മൾ ഹാൻഡ് എംബ്രോയിഡറി ത്രെഡുകളാണ് വേണ്ടത്. ഡിഫറെന്റ് കളറിൽ നമുക്ക് ഹാൻഡ് എംബ്രോയിഡറി ത്രെഡുകൾ അവൈലബിൾ ആണ്. നമ്മുടെ ഡിസൈനിന് ആപ്റ്റ് ആയിട്ടുള്ള, നമ്മൾ ലീഫാണ് ചെയ്യുന്നത് എങ്കിൽ ഗ്രീൻ കളറ്, ഫ്ലവർ ആണെങ്കിൽ നമുക്ക് സ്റ്റെം ആണെങ്കിൽ ആ സ്റ്റെമ്മിന് മാച്ച് ആയിട്ടുള്ള കളറ്, നമ്മുടെ ഡ്രസ്സിന്റെ കളർ കോമ്പിനേഷൻ അനുസരിച്ചിട്ട് അതിന്റെ കോൺട്രാസ്റ്റ് കളർ അല്ലെങ്കിൽ സെയിം ഷെയ്ഡ്, അതിന്റെ ഡാർക്ക് ഷെയ്ഡ് എല്ലാം നമുക്ക് നമ്മുടെ ഡിസൈൻ അല്ലെങ്കിൽ നമ്മളുടെ ഇഷ്ടത്തിന് അനുസരിച്ച് നമുക്ക് ഹാൻഡ് എംബ്രോയിഡറി ത്രെഡ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഹാൻഡ് എംബ്രോയിഡറി ത്രെഡ് ഒരുപാട് കളറിൽ നമ്മൾക്ക് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ എപ്പോഴും 1 or 2 കളർ അല്ലാതെ കുറച്ചധികം കളറുകൾ നിങ്ങൾ കളക്ട് ചെയ്തിട്ട് വെക്കാം. ഓക്കെ, നമ്മളെ എംബ്രോയിഡറി ത്രെഡിനെ കുറിച്ചിട്ടായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എംബ്രോയിഡറി ത്രെഡ് ഓർ ഹാൻഡ് എംബ്രോയിഡറി ത്രെഡും മെഷീൻ എംബ്രോയിഡറി ത്രെഡും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഹാൻഡ് എംബ്രോയിഡറി ത്രെഡിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എപ്പോഴും നമുക്ക് ഈ രൂപത്തിലായിരിക്കും ഹാൻഡ് എംബ്രോയിഡറി ത്രെഡ് കിട്ടുന്നത്. ഓക്കെ, ഈ ഹാൻഡ് എംബ്രോയിഡറി ത്രെഡ് 6 ഇഴകളായിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. ഓരോ ഡിസൈനിനനുസരിച്ചിട്ട് നമുക്ക് 1 ഇഴയിൽ ചെയ്യാം, 2 ഇഴയിൽ ചെയ്യാം, 3 ഇഴയിൽ ചെയ്യാം, 6 ഇഴകൾ ഉപയോഗിച്ചിട്ടും നമുക്ക് ചെയ്യാം. നമ്മുടെ ഡിസൈന്
നമ്മൾക്ക് എങ്ങനെയാണോ വേണ്ടത് അതുപോലെ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇഴകൾ സെലക്ട് ചെയ്യുന്നത്. പതിഞ്ഞ ഡിസൈൻ ആണ് എങ്കിൽ നമ്മൾ എപ്പോഴും പ്രയോറിറ്റി കൊടുക്കുക. 3 ഇഴ എടുത്തിട്ടാണ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു ഡിസൈനിന്റെ ഭംഗി വരുത്താൻ പറ്റുള്ളൂ. ഓക്കെ. പിന്നീട് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഡിസൈന് ക്ലോത്തിൽ പകർത്തിയെടുത്തതിന് ശേഷം ആ ക്ലോത്തിന് നമ്മൾ എംബ്രോയിഡറി ഹൂപ്പ് അല്ലെങ്കിൽ എംബ്രോയിഡറി റിങ് എന്ന് പറയുന്ന ഈ ഒരു ടൂൾസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ക്ലോത്ത് നന്നായിട്ട് ഈ റിങ്ങിന്റെ ഇടയിലൂടെ വെച്ചിട്ട് ക്ലോത്തിന് നന്നായിട്ട് ടൈറ്റ് ചെയ്യാം. ടൈറ്റ് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ തുന്നാനായിട്ട് തുടങ്ങേണ്ടത്. അപ്പൊ നമ്മൾ എന്താ ഈ റിങ്ങുകൾ നമുക്ക് ഇതിന്റെ റേഡിയസ്, ഈ ഒരു റൗണ്ടിന്റെ റേഡിയസ് ഡിഫറെന്റ് ആയിട്ടാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവുക. 5 ഇഞ്ച് റേഡിയസ് ഉള്ളതുണ്ട്, 6 ഇഞ്ച് തുടങ്ങിയിട്ട് 12 ഇഞ്ച്. നമ്മുടെ ആവശ്യം ഡിസൈനിന്റെ വലിപ്പം അനുസരിച്ചിട്ട് റിങ്ങുകളുടെ വലിപ്പം നമ്മൾക്ക് കൂട്ടാനായിട്ട് പറ്റും. ഇപ്പൊ എൻ്റെ കയ്യിലുള്ളത് 7 ഇഞ്ച് 7 ഇഞ്ചസ് റേഡിയസ് ഉള്ള റിംഗ് ആണ്, എംബ്രോയിഡറി ഹൂപ്പാണ് എൻ്റെ കയ്യിലുള്ളത്. ഇതിൽ നമ്മൾക്ക് ഒരു മുകളിൽ ഒരു സ്ക്രൂ കാണാനായിട്ട് പറ്റും. ഈ സ്ക്രൂ ലൂസ് ആക്കിയാൽ നമുക്ക് 2 റിങ്ങുകളായിട്ടാണ് കാണാൻ പറ്റുക. ഒരു ചെറിയ റിങ്ങും ഒരു വലിയ റിങ്ങും. ഈ ചെറിയ റിങ്ങിന്റെ മുകളിൽ നമ്മൾ നമ്മുടെ പോപ്ലിൻ ക്ലോത്ത് അല്ലെങ്കിൽ നമ്മുടെ ഗാർമെന്റ്, നമുക്ക് ഏത് ഭാഗത്താണോ ഡിസൈൻ വേണ്ടത് ആ ക്ലോത്ത് ഇവിടെ വെച്ചതിന് ശേഷം ഈ ബിഗ് റിങ് മുകളിൽ വെച്ചതിന് ശേഷം ക്ലോത്തിനെ നന്നായി ടൈറ്റ് ചെയ്തിട്ട് സ്ക്രൂ മുറുക്കി കഴിഞ്ഞാൽ നമ്മുടെ ക്ലോത്ത് നല്ല ടൈറ്റ് ആയിട്ട് കിടക്കും. ടൈറ്റായി കിടന്നതിന് ശേഷമാണ് നമ്മൾ തുന്നാനായിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ. അതിനുശേഷം നമ്മൾക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് നീഡിൽ എന്ന് പറയുന്നത്. നീഡിൽ നമുക്ക് ഒരുപാട് നമ്പേഴ്സിൽ അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞു 6 ഇഴ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, 3 ഇഴ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. 6 ഇഴ നൂലാണ് എങ്കിൽ നമ്മൾക്ക് കുറച്ച് ബിഗ് നീഡിൽ എടുത്തിട്ട് ചെയ്യണം. കാരണം അതിന്റെ നീഡിലിന്റെ ഹോള് വലിയ ഹോളായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് 6 ഇഴ ത്രെഡ് കോർത്തെടുത്തിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ 3 ഇഴ നൂല് എടുത്തിട്ടാണ് നമ്മൾ ഡിസൈന് തുന്നിയെടുക്കുന്നത് എങ്കിൽ നമ്മൾ ചെറിയ നീഡിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സൈസ് നമ്പർ 7 നീഡിലാണ് നമ്മൾ 3 ത്രെഡ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ. അതിനുശേഷം നമ്മൾ എംബ്രോയിഡറി, പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ നല്ല ഭാഗം റൈറ്റ് സൈഡ് ഓർ റോങ് സൈഡ് 2 ഭാഗങ്ങളായിട്ടാണ് കാണുക. നമ്മൾ എപ്പോഴും പുറത്തേക്ക് കാണുന്ന ഭാഗത്തിനെയാണ് റൈറ്റ് സൈഡ് അല്ലെങ്കിൽ നല്ല ഭാഗം എന്ന് പറയാ. ഉള്ളിൽ വരുന്ന ഭാഗത്തിന് നമ്മൾ റോങ് സൈഡ് ഓർ ചീത്ത ഭാഗം എന്ന് പറയും. എപ്പോഴും നമ്മൾ നല്ല ഭാഗവും ചീത്ത ഭാഗവും ഒരുപോലെ നമ്മൾ നീറ്റായിട്ട് സൂക്ഷിക്കണം. അപ്പോഴാണ് മേ ബി നമ്മുടെ ഉൾവശം കാണാനിടയായി കഴിഞ്ഞാൽ ഉൾവശം ആകെ കൂടി ഹറിബറി ആവരുത്, അത് നീറ്റായിട്ട് കിടക്കണം. അതുകൊണ്ട് തന്നെ ബാക്ക് വശം കൂടെ നമ്മൾ നല്ല നീറ്റായിട്ട് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. നമ്മൾ നൂലിന് കെട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ കെട്ടുകളൊക്കെ നമ്മൾ ഈ ട്രിമ്മർ ത്രെഡ് കട്ടർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നൂല് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഓക്കെ. ഇത്രയും മെറ്റീരിയൽസ് ആണ് നമുക്ക് ആദ്യ ക്ലാസ്സുകളിൽ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ടാപ്പും ആവശ്യമായിട്ട് വരും, മെഷറിംഗ് ടാപ്പ്. ഓക്കെ. നമ്മൾ മെഷറിംഗ് ടാപ്പിൽ ഒരു ഭാഗത്ത് ഇഞ്ച് വരുന്നുണ്ട്, ഒരു ഭാഗത്ത് സെന്റിമീറ്റർ വരുന്നുണ്ട്. ഓക്കെ. നമ്മൾ ഇതാണ് മെഷറിംഗ് ടാപ്പ്. അളവ് എടുക്കാൻ ഉപയോഗിക്കുന്ന ടാപ്പിനെയാണ് മെഷറിംഗ് ടാപ്പ് എന്ന് പറയുന്നത്. ഒരു ഭാഗത്ത് ഇഞ്ച് കാണാം, നമുക്ക് മറുഭാഗത്ത് സെന്റിമീറ്റർ കാണാം. ഇത് എന്താണ് മെഷറിംഗ് ടാപ്പിനെ കുറിച്ചും അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് സ്യൂയിങ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഇതിൽ ഈ വലിയ ഇഞ്ചസ് ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ടീച്ചേഴ്സ് നിങ്ങളോട് പറഞ്ഞു തരും എത്ര നീളത്തിലുള്ളതും എത്ര വീതിയിലുള്ള ക്ലോത്ത് ആണ് നിങ്ങൾ എടുക്കേണ്ടത് എംബ്രോയിഡറി ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഓരോ ക്ലാസ്സുകളിലൂടെ ടീച്ചർ വ്യക്തമാക്കിയിട്ട് പറഞ്ഞു തരും. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബട്ടർ പേപ്പർ ആവശ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾറെഡി നമ്മളുടെ കയ്യിൽ ഒരു ഡിസൈൻ ഉണ്ട്. ഈ ഡിസൈന് ഒരു ഡിസൈൻ അല്ല, നമ്മൾ ഒരുപാട് ഡിഫറെന്റ് ടൈപ്പ് സ്റ്റിച്ചസ്, ഹാൻഡ് എംബ്രോയിഡറി സ്റ്റിച്ചസ് നമ്മൾ പഠിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഒരുപാട് ഡിസൈനുകൾ നമ്മുടെ കയ്യിൽ വേണം. അപ്പൊ നമുക്ക് ഏതൊരു ലൊക്കാലിറ്റിയിലാണോ നമ്മുടെ ഡിസൈൻ ഉള്ളത് ആ ഒരു ഡിസൈനെ നമ്മൾ പകർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ബട്ടർ പേപ്പർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള വൈറ്റ് കളർ പേപ്പറിനെയാണ് നമ്മൾ ബട്ടർ പേപ്പർ എന്ന് പറയുന്നത്. നമ്മളുടെ ബട്ടൺ ഹൗസുകളൊക്കെ അവൈലബിൾ ആണ്. ഈ എൻ്റെ കയ്യിലുള്ള ബട്ടർ പേപ്പറിൽ ഒരുപാട് ഡിസൈനുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് ആവശ്യമായിട്ടുള്ള ഡിസൈനുകൾ ബട്ടർ പേപ്പറിൽ പകർത്തിയെടുത്തതാണ്. എങ്ങനെയാണ് പകർത്തുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഡിസൈൻ നമ്മൾ എടുത്തതിന് ശേഷം ബട്ടർ പേപ്പറിന്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മൾക്ക് താഴെയുള്ള ഡിസൈൻ കാണാൻ പറ്റും. ആ ഡിസൈൻ നമ്മൾ ഈ ഒരു ബട്ടർ പേപ്പറിൽ
വരച്ചെടുത്തിട്ട് ആ ബട്ടർ പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ ക്ലോത്തിലേക്ക് കാർബൺ പേപ്പറിന്റെ സഹായത്തോടു കൂടി വരച്ചെടുക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മെറ്റീരിയൽസിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എങ്ങനെയാണ് ഡിസൈൻ പകർത്തി ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക്